കണ്ണൂരിലെ പയ്യന്നൂരും തളിപ്പറമ്പും പോലെ ആലപ്പുഴയിലെ അമ്പലപ്പുഴയും സിപിഎമ്മിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ്. മൺമറഞ്ഞ സമരസഖാക്കളും ധീര രക്തസാക്ഷികളും അന്തിയുറങ്ങുന്ന ചുവന്ന മണ്ണിലെ ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഇത്തവണ വാശിയേറിയ മത്സരമാണ്. അഭിപ്രായ ഭിന്നതയെ തുടർന്നും അഴിമതി ആരോപിച്ചും പാർട്ടി വിട്ട സമുന്നതരായ മൂന്ന് നേതാക്കന്മാർ സ്വതന്ത്രരായി ഈ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലെ വിജയികളെയും. വിജയിക്കുക എന്നതിലുപരി പാർട്ടി കോട്ടകൾ പാർട്ടി നിലപാടിന് ഒപ്പമാണെന്ന് തെളിയിക്കാൻ ഭൂരിപക്ഷം ഉയർത്തുക കൂടി വേണം സിപിഎമ്മിന്. 1967 പയ്യന്നൂർ മണ്ഡലം രൂപീകരിച്ചതു മുതൽ ഇടതുപക്ഷമല്ലാതെ മറ്റാരും ഇവിടെ നിന്നും വിജയിച്ചിട്ടില്ല. 82 MV രാഘവനെയും 96 പിണറായി വിജയനെയും പിന്നീട് ശ്രീമതി ടീച്ചറെയും നിയമസഭയിലെത്തിച്ച പയ്യന്നൂർ ഇളകാത്ത സിപിഎമ്മിന്റെ ഉറച്ച കോട്ടകളിലൊന്നാണ്. പയ്യന്നൂരിന്റെ തൊട്ടടുത്ത മണ്ഡലമായ തളിപ്പറമ്പും ഇടതുപക്ഷത്തിനെന്നും അപ്രമാദിത്ത ഭൂരിപക്ഷം നൽകുന്ന നിയമസഭാ മണ്ഡലമാണ്. മണ്ഡലം നിലവിൽ വന്ന 65 മുതൽ ഇതുവരെ നടന്ന 14 തിരഞ്ഞെടുപ്പുകളിൽ 13 തവണയും ഇവിടെ നിന്നും വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്. 1970 CPI കോൺഗ്രസുമായി സഖ്യമായി ചേർന്ന് മത്സരിച്ച ആ ഒരു തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് സിപിഎമ്മിന് തളിപ്പറമ്പിൽ കാലിടറിയത്. ഏത് തരംഗമുണ്ടായാലും തകരാത്ത തളിപ്പറമ്പിൽ ആരെ നിർത്തിയാലും വിജയിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടിയ മറ്റൊരു ഇടതുകോട്ടയാണ് തളിപ്പറമ്പ്. MV രാഘവനും മൂസാൻകുട്ടിയും പാച്ചേനി കുഞ്ഞിരാമനും CKPയും KKNും ഗോവിന്ദൻ മാഷിനും ജെയിംസ് മാത്യുവിനും വലിയ ഭൂരിപക്ഷം നൽകിയ ചരിത്രം നോക്കിയാൽ അറിയാം തളിപ്പറമ്പിന്റെ ഇടത് പാരമ്പര്യം. പയ്യന്നൂരും തളിപ്പറമ്പും പോലെ സിപിഎമ്മിന് സ്വാധീന ശക്തിയുള്ള തെക്കൻ മണ്ഡലമാണ് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ. പുന്നപ്ര സമരങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളക്കൂറുണ്ടാക്കിയ ജില്ലയാണ് ആലപ്പുഴ. ആ പുന്നപ്ര സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയിലാണ്. 67 മുതൽ ഇതുവരെ നടന്ന 13 തിരഞ്ഞെടുപ്പുകളിൽ ഇവിടെ വിജയിച്ചത് ഇടതുപക്ഷമാണ്. പാർട്ടിയിലെ പടലപ്പിണക്കം കാരണം 82 87 2001 കോൺഗ്രസിന്റെ കൈപിടിച്ച ചരിത്രം കൂടിയുണ്ട് അമ്പലപ്പുഴയ്ക്ക്. മണ്ഡലം നിലവിൽ വന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ പുന്നപ്ര സമരനായകൻ VS അച്യുതാനന്ദനാണ് അവിടെ നിന്നും വിജയിച്ചത്. 2006 കോൺഗ്രസിൽ നിന്നും സീറ്റ് തിരിച്ചുപിടിച്ച് G സുധാകരൻ തുടർച്ചയായി 3 തവണ അമ്പലപ്പുഴയുടെ അമരക്കാരനായി. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3 തവണ നിയമസഭാംഗത്വം പൂർത്തിയാക്കിയ സുധാകരന് അമ്പലപ്പുഴയിൽ പാർട്ടി സീറ്റ് നിഷേധിച്ചു. അമ്പലപ്പുഴയുടെ അമരക്കാരനായ സുധാകരനും തളിപ്പറമ്പിലെ പ്രമുഖ നേതാവ് TK ഗോവിന്ദൻ മാഷും പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും ഈ 3 പാർട്ടി കോട്ടകളിൽ വിധി തേടുമ്പോൾ ഇവിടെ പാർട്ടി വിജയിക്കുമോ അതോ ഇവരിൽ ആരെങ്കിലും വിജയിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം.